ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ സ്റ്റോക്സുകളാണ് ഹൈ വോളിയത്തിൽ മൾട്ടി ഇയർ ഹൈ അതല്ലെങ്കിൽ റീസെൻറ്റ് വന്നിരിക്കുന്ന സ്ട്രോങ് റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റോക്സ് പറയുന്നത് ഗുജറാത്ത് ക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും മുമ്പ് റെസിസ്റ്റൻസ് വന്ന് ഈ ഒരു ലെവലായിരുന്നു. ആ ലെവൽ നല്ലൊരു വോളിയത്തിൽ തന്നെയാണ് ഇവിടെ ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്. കണ്ടോ, നല്ല വോളിയത്തിൽ തന്നെ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 160 മുതൽ 170 ലെവൽ വരെയാണ് സപ്പോർട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ സ്റ്റോക്സ് ട്രേഡ് ചെയ്യുന്നത് 200-ലാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ചു കയറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് നോക്കുകയാണെങ്കിൽ ഇത് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് ആണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. കാറ്റഗറി വരുന്നത് സ്മോൾ ക്യാപ്പിലാണ്. പിന്നെ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം പ്രോഫിറ്റാണ് ഈ ഒരു സ്റ്റോക്സ്. ഇനി നമുക്ക് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നത്. 73.83% പ്രൊമോട്ടേഴ്സ് ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ലെവൽസ് ആയിട്ട് വരുന്നത് 170 160 ലെവലാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് എന്ന് പറയുന്നത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അത് നല്ല വോളിയത്തിൽ തന്നെ മുമ്പ് വന്നിരിക്കുന്ന ആ സ്ട്രോങ് റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. കണ്ടോ, നല്ല വോളിയത്തിൽ തന്നെയാണ് ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ടായിട്ട് വരുന്നത് 470 മുതൽ 450 വരെയാണ് സപ്പോർട്ടായിട്ട് കാണുന്നത്. അപ്പോൾ ആ ലെവലിൽ ടച്ച് ചെയ്ത് ഒന്ന് റിട്രേസ് ചെയ്യുമ്പോൾ ഒന്ന് വാച്ച് ചെയ്തേക്കാം. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ നോക്കുകയാണെങ്കിൽ ഇത് ഇൻഷുറൻസ് ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. കാറ്റഗറി വരുന്നത് മിഡ് ക്യാപ്പിലാണ്. ഇനി ടെക്നിക്കലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷവും നല്ല രീതിയിൽ പ്രോഫിറ്റാണ് ഈ ഒരു സ്റ്റോക്സ്. ഇനി നമുക്കിതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് 82.40% പ്രൊമോട്ടേഴ്സ് ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത് 17.60%. അതുപോലെ FIയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. 1.34% FIയും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റോക്സ് ടൈംസ് ഗ്യാരണ്ടി ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മുമ്പ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്കൗട്ട് നടന്നു, അവിടെ നിന്ന് ഫെയിലായി താഴേക്ക് വന്നു, വീണ്ടും ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല രീതിയിൽ വോളിയവും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 166 മുതൽ 163 ലെവൽ വരെയാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ലെവലൊക്കെ വന്ന് വീണ്ടും തിരിച്ച് കയറി പോകാൻ ചാൻസ് കൂടുതലാണ് ഈ സ്റ്റോക്സ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻഡസ്ട്രി വരുന്നത് ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത് സ്മോൾ ക്യാപ്പിൽ പെടുന്ന ഒരു സ്റ്റോക്സ് ആണ്. ഇത് നമുക്കിതിൻ്റെ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഒരു സ്റ്റോക്സും പ്രോഫിറ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്സ് ആണ്. ഓക്കെ, ഇത് നമുക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കാം. അപ്പോൾ ഇതിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് 74.92%, പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത് 25.08% ആണ്. പിന്നെ FIയും ഹോൾഡ് ചെയ്യുന്നത് 0.18% FIയും ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്സാണ് ടൈംസ് ഗ്യാരണ്ടി ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് റീസെൻറ്റ് വന്നിരിക്കുന്ന സപ്പോർട്ട് ലെവൽ. അടുത്ത സ്റ്റോക്സ് എംപയർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അത് മുമ്പുള്ള റെസിസ്റ്റൻസ് ഇതായിരുന്നു. ഓക്കെ, ഈ ഏരിയയിൽ നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് ഒക്കെ ആയിരുന്നു. ആ റെസിസ്റ്റൻസ് ഇവിടെ നല്ല രീതിയിൽ ബ്രേക്കൗട്ട് ചെയ്തു, നല്ല വോളിയത്തിൽ തന്നെയാണ് ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 1250 മുതൽ 1220 ലെവൽ വരെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും റീടെസ്റ്റ് ചെയ്ത് ഈ ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്കിതിൻ്റെ ഫണ്ടമെൻറ്റൽസും ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് ഇൻഡസ്ട്രി വരുന്നത് ഗ്ലാസ് ആണ്. അത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഗ്ലാസിൻ്റെയാണ്. അപ്പോൾ ഇത് സ്മോൾ ക്യാപ്പിൽ വരുന്നതാണ്. കാറ്റഗറി നോക്കുമ്പോൾ സ്മോൾ ക്യാപ്പാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ ഇതും കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രോഫിറ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കാം. അപ്പോൾ പ്രൊമോട്ടേഴ്സ് 72.55% ഹോൾഡ് ചെയ്യുന്നത്. പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത് 27.45%. അപ്പോൾ ഈ ഒരു സ്റ്റോക്സും ഈ ഒരു സപ്പോർട്ട് ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യാൻ പറ്റിയൊരു സ്റ്റോക്കാണ്. അടുത്തത് ടാൻഫാക് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നല്ല രീതിയിൽ വോളിയം കയറി വന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പ് വന്നിരുന്ന റെസിസ്റ്റൻസ്, അതായത് മുമ്പ് വന്നിരുന്ന റെസിസ്റ്റൻസ് ഈ ഒരു ലെവലായിരുന്നു. ആ റെസിസ്റ്റൻസ് ഇവിടെ നല്ല രീതിയിൽ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വോളിയത്തിൽ തന്നെയാണ് ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ടായിട്ട് വരുന്നത് 2700 മുതൽ 2550 ലെവൽ വരെയാണ്. അപ്പോൾ ഈ ലെവലിലൊക്കെ ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്സാണ്. നമുക്ക് ഇനി ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് കെമിക്കലാണ് ഇതിൻ്റെ ഇൻഡസ്ട്രി റേറ്റ് വരുന്നത്. അതും സ്മോൾ കാപ്പാണ് കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടെക്നിക്കൽ ഇൻഫർമേഷൻ ലഭ്യമല്ല. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കാം. പ്രൊമോട്ടേഴ്സ് 51.81% ഹോൾഡ് ചെയ്യുന്നത്. പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത് 48.19% ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ റീസെൻ്റായിട്ട് നല്ല രീതിയിൽ വോളിയം കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്സും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. അടുത്തത് മോഹിത് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും മുമ്പ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തു, അതിനുശേഷം താഴേക്ക് റീടെസ്റ്റ് ചെയ്ത് വന്നിട്ട് വീണ്ടും കയറാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് പുതിയൊരു ഹൈ ബ്രേക്കൗട്ട് ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് ആണെങ്കിൽ വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ടായിട്ട് വരുന്നത് 36.70 മുതൽ 34 ലെവൽ വരെയാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാണ്ട് താഴേക്ക് വന്നിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ
അപ്സൈഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. ഇത് നമുക്ക് ഈ സ്റ്റോക്സിൻ്റെ ഫണ്ടമെൻ്റൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ് ആണ്. അപ്പോൾ ഇതും സ്മോൾ ക്യാപ്പിൽ വരുന്നതാണ്. നമുക്ക് ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രോഫിറ്റാണ്. അപ്പോൾ 10 വർഷത്തിൽ ചെറിയ ലോസ് കാണിക്കുന്നുണ്ട്, പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രോഫിറ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഷെയർ ഹോൾഡിങ്സ് നോക്കാം. അപ്പോൾ ഇത് പ്രൊമോട്ടേഴ്സ് 54.82% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്. പബ്ലിക് ഹോൾഡ് ചെയ്യുന്നത് 45.18%. അപ്പോൾ ഈ ഒരു ലെവൽസ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത സ്റ്റോക്സ് വെബ്സോൾ എനർജി സിസ്റ്റം ലിമിറ്റഡ് ആണ്. നമുക്ക് കാണാൻ സാധിക്കും മുമ്പ് വന്നിരിക്കുന്ന റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വോളിയത്തിൽ തന്നെയാണ് ഈ ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് ലെവലായിട്ട് വരുന്നത് 1654 മുതൽ 1575 ലെവൽ വരെയാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിലൊക്കെ ടച്ച് ചെയ്ത് തിരിച്ചു കയറി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തെന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഇലക്ട്രോണിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഇതും കാറ്റഗറി വരുന്നത് സ്മോൾ ക്യാപ്പിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രോഫിറ്റ് തന്നെയാണ് ഈ കമ്പനി കാണിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഷെയർ ഹോൾഡിങ്സ് നോക്കാം. ഇതിൽ പ്രൊമോട്ടേഴ്സാണ് കുറവാണ് ഹോൾഡ് ചെയ്യുന്നത്. 27.71% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്. പബ്ലിക്കാണ് കൂടുതൽ ഹോൾഡ് ചെയ്യുന്നത് 72.29%. പിന്നെ FI ഹോൾഡ് ചെയ്യുന്നുണ്ട് 0.48%. FIയും ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്സാണ് വെബ്സോൾ എനർജി സിസ്റ്റം. അപ്പോൾ ഈ സ്റ്റോക്സ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. ഈ ഒരു സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ട് നോക്കാം. അപ്പോൾ ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതും ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കാം. അടുത്ത അനന്തരാജ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു മുമ്പ് വന്ന റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തു, റീടെസ്റ്റ് ചെയ്തു, തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ടായിട്ട് വരുന്നത് 795 മുതൽ 775 ലെവൽ വരെയാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ടിലൊക്കെ വന്ന് ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉള്ളൊരു സ്റ്റോക്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇൻഡസ്ട്രി ആയിട്ട് വരുന്നത് കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇത് കാറ്റഗറി വരുന്നത് സ്മോൾ ക്യാപ്പ് ആണ്. നമുക്ക് ടെക്നിക്കൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രോഫിറ്റ് തന്നെയാണ്. നമുക്ക് ഷെയർ ഹോൾഡിങ്സ് നോക്കാം. അപ്പോൾ ഇതിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് 60% പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പബ്ലിക് 40% ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ FI 13.04% FIയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല സ്റ്റോക്ക് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ സ്റ്റോക്സിലൊക്കെയാണ് നമുക്ക് ഈ ആഴ്ച ഹൈ വോളിയത്തിൽ റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ സ്റ്റോക്സ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ബൈ റെക്കമെൻഡേഷൻ ഒന്നല്ല. അപ്പോൾ നിങ്ങൾ ഏത് സ്റ്റോക്സ് ബൈ എടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടേതായ ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ബൈ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.